ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ശുപാർശ മുഖ്യമന്ത്രിക്കല്ലേ കൈമാറി? അതിൽ ഇനി മന്ത്രിസഭായോഗം കൂടിയ ശേഷമൊക്കെ ആവോ തീരുമാനം എടുക്കുക? ജിംസ്, അത് സാങ്കേതിക നടപടിക്രമമായിരിക്കും. ഈ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം അതിലൊരു തീരുമാനമെടുക്കുക. പക്ഷേ അത് അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുമോ, മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതായത് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണമെന്ന് സർക്കാരിന് തോന്നിയാൽ, മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി അത് നടപ്പിലാക്കാനുള്ളതേ ഉള്ളൂ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടാണോ മുന്നോട്ട് പോവുക, അതെയോ ആ ശുപാർശ വിജിലൻസ് മേധാവിക്ക് കൈമാറിക്കൊണ്ട് അത് പരിശോധിക്കണം? അതായത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യം പ്രാഥമികമായി പരിശോധിക്കണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ വിജിലൻസ് മേധാവിക്ക് നൽകുന്ന ഒരു ശുപാർശ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ശുപാർശ കൈമാറിക്കൊണ്ട് സർക്കാർ ആരായുക. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് മേധാവി ആയിരിക്കും അക്കാര്യത്തിൽ അന്വേഷണം നടത്തണമോ വേണ്ടയോ അല്ലെങ്കിൽ നടത്താമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുള്ളത്. എന്തായാലും യോഗേഷ് ഗുപ്തയുടെ കൈകളിൽ നിലവിൽ ആ ശുപാർശ ലഭിച്ചിട്ടില്ല. വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത, അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിട്ടില്ല. നിലവിൽ സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ്. സംസ്ഥാന പോലീസ് മേധാവി അങ്ങോട്ടാണ് അത് കൈമാറിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്ങനെയാണ് സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്? ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഉത്തരവ്, സാധാരണ രീതിയിൽ രാത്രികാലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉത്തരവുകളൊക്കെ വരാറുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പുകൾ പുറത്തിറങ്ങാറുള്ളത്. അത് സുജിത് ദാസിനെതിരായ സസ്പെൻഷൻ ആണെങ്കിലും അതിനുശേഷം ഈ മലപ്പുറം SP ശശിധരനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണെങ്കിലും എല്ലാം തന്നെ അതൊക്കെ രാത്രികാലങ്ങളിലാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ അത്തരം ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടത്. മുഖ്യമന്ത്രി തീരുമാനം ഇന്നുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം.